കർണാടകയിലെ കോൺഗ്രസിന് വലിയ പ്രതീക്ഷ നൽകുന്ന മറ്റൊരു വാർത്ത കൂടി വന്നിരിക്കുന്നു. അതായത് കുമാരസ്വാമിയുടെ JDS BJPയിലേക്ക് ലയിക്കുന്നു എന്ന വാർത്ത കോൺഗ്രസിനാണ് ഏറ്റവും കൂടുതൽ ഗുണവത്താകുന്നത്. അത് മതേതര വോട്ടുകൾ കോൺഗ്രസിലേക്ക് കൂടുതൽ എത്തിക്കാൻ സഹായകമാകും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതാണ് സംഭവിച്ചത്. മതേതര വോട്ടുകൾ ശക്തമായി ഒരു ബ്ലോക്കായി തന്നെ കോൺഗ്രസിലേക്ക് ലയിച്ചു. കുമാരസ്വാമിയുടെ കൂടെ നിന്ന ന്യൂനപക്ഷ വിഭാഗത്തിലുള്ള നേതാക്കളെല്ലാം തന്നെ കോൺഗ്രസിലേക്ക് ചേക്കേറിയതാണ് ഒരു വലിയ അവിസ്മരണീയമായ വിജയത്തിൻ്റെ കാരണം. ചരിത്രത്തിലെ ഏറ്റവും വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് കനകപുര മണ്ഡലത്തിൽ നിന്നും DK ശിവകുമാർ വിജയിച്ചത്. അദ്ദേഹം വിജയിച്ചത് 1,22,600 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ്. അത് റെക്കോർഡ് ഭൂരിപക്ഷമാണ്. അതായത് കർണാടക നിയമസഭയിലെ ഏറ്റവും വലിയ റെക്കോർഡിനാണ് വിജയിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ ബാംഗ്ലൂർ റൂറൽ മണ്ഡലത്തിൽ DK ശിവകുമാറിൻ്റെ സഹോദരനായ DK സുരേഷ് മാത്രമാണ് കർണാടകയിൽ വിജയിച്ചത്. എന്നാൽ ഇക്കുറി അങ്ങനെ ആയിരിക്കില്ല. ഇക്കുറി 28 ലോക്സഭാ സീറ്റുകളും തൂത്തുവാരും എന്ന് തന്നെയാണ് DK ശിവകുമാർ മാധ്യമങ്ങളോട് വിശദീകരിച്ച് തന്നെ പറഞ്ഞിരിക്കുന്നത്. സുമലത അംബരീഷ്, അതായത് മരിച്ചുപോയ കോൺഗ്രസ് നേതാവായ അംബരീഷിൻ്റെ ഭാര്യയും ചലച്ചിത്ര നടിയുമായ സുമലത അംബരീഷ് കഴിഞ്ഞ തവണ കോൺഗ്രസ് ടിക്കറ്റ് നിഷേധിച്ചതിൻ്റെ പേരിലായിരുന്നു അവർ BJPയുടെ പിന്തുണയോടുകൂടി സ്വതന്ത്രയായി അവർ മത്സരിച്ചത് മാണ്ഡ്യ മണ്ഡലത്തിൽ നിന്നായിരുന്നു. ഇക്കുറി പക്ഷേ കോൺഗ്രസ് മാണ്ഡ്യയിൽ അവർക്ക് ടിക്കറ്റ് കൊടുക്കുമെന്നത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ പല തെറ്റുകളും തിരുത്തിയാണ് കോൺഗ്രസിൻ്റെ ഒരു ജൈത്രയാത്ര. അതിനകത്ത് ഒരു സംശയം വേണ്ട, ലെവലേശം സംശയമില്ലാത്ത തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. 28 സീറ്റുകളും നേടിയെടുത്താൽ ദക്ഷിണേന്ത്യയിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കിട്ടുന്ന മിന്നുന്ന വിജയമായിരിക്കും. കർണാടക ലോക്സഭാ ചരിത്രത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ വിജയം തന്നെയായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല. DK ശിവകുമാറിന് ഇന്ത്യ മുന്നണിയിൽ കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം കൂടിയായിരിക്കും സീറ്റ് വിജയം, അതിൽ ഒരു സംശയം വേണ്ട. അതേസമയം കർണാടകയുടെ രാഷ്ട്രീയപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് ഒരു പുതിയ രീതിയിലുള്ള പൊൻതൂവൽ എന്ന സാഹചര്യമാണ്. അതായത് മുഖ്യമന്ത്രി സ്ഥാനം പോലും DKയിലേക്ക് സിദ്ധരാമയ്യയുടെ ഒരു ടെനുവർ, അതായത് 2 കൊല്ലം കഴിഞ്ഞാൽ മാറ്റിക്കൊടുക്കാം എന്ന രീതിയിലേക്ക് ഹൈക്കമാൻഡ് ഒരു നടപടി എടുക്കാൻ സാധ്യതയുണ്ട്. അതുകൂടി ഒരുപക്ഷെ നടന്നാൽ പിന്നെ ഒരു കാര്യത്തിലും സംശയമില്ല, കോൺഗ്രസ്സിന് ഒരു തുടർ ഭരണം എന്ന രീതിയിലേക്ക് പോലും പോകാൻ സാധ്യതയുണ്ട്.